നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ PV അൻവറിന് പക്ഷേ മണ്ഡലത്തിൽ വോട്ടില്ല. വോട്ട് രേഖപ്പെടുത്താൻ ആദ്യം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. മാങ്കൂത്ത് GLPS വെസ്റ്റ് സ്കൂളിലെ 222-ാം ബൂത്തിൽ സ്വരാജും പിതാവും വോട്ട് ചെയ്തു. നല്ല ആത്മവിശ്വാസമുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല, ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ്. കുടുംബസമേതമാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ചെയ്യാൻ വീട്ടിക്കുത്ത് LP സ്കൂളിലെ 184-ാം ബൂത്തിലേക്ക് എത്തിയത്. മകന് നല്ല ഭൂരിപക്ഷമുണ്ടാകുമെന്ന് ഉമ്മ മറിയുമ്മ. ഉപ്പയുടെ വിജയപ്രതീക്ഷകൾ മക്കളും 24-നോട് പങ്കുവച്ചു. നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും ജയിച്ചാൽ നല്ല നിലമ്പൂരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഉറപ്പാണ്. ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പല രീതിയിൽ മാറ്റം ശ്രമിച്ചിട്ടും എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ നടന്നിട്ടുള്ളത്. എന്തായാലും മത്സരം LDF UDF തമ്മിൽ തന്നെയാണ്. ഇലക്ഷൻ എന്തായാലും അത് എക്സ്പെക്ട് ചെയ്യണം. പക്ഷെ എന്നാലും ആ ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടും മെയിൻ സംഭവത്തിൽ തന്നെ ഇലക്ഷന്റെ സംഭവങ്ങളൊക്കെ നടന്നു തന്നെയാണ് തോന്നുന്നത്. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും, അതാണ് പ്രതീക്ഷ. പഠിച്ചവന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ. ചുങ്കത്തറ മാർത്തോമ സ്കൂളിലായിരുന്നു NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് വോട്ട്. ഭാര്യയും മക്കളും ഒത്താണ് വോട്ട് ചെയ്യാനെത്തിയത്. സന്തോഷം. സ്വന്തം ഭർത്താവിന് വേണ്ടി വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ആത്മാഭിമാനമുണ്ട്. എന്താണേലും ജയിക്കട്ടെ, ശുഭപ്രതീക്ഷയോടെ നിൽക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറാണ്. പക്ഷേ അൻവറിന് വോട്ട് ഏറനാട് മണ്ഡലത്തിലാണ്. 7 മണിക്ക് തന്നെ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലെത്തി അദ്ദേഹം വോട്ടർമാരെ കണ്ടു. വീട്ടിലെ വോട്ട് ഉറപ്പാക്കിയ ശേഷം ഓരോ ബൂത്തുകളും സ്ഥാനാർത്ഥികൾ കയറിയിറങ്ങുകയാണ്. മണ്ഡലത്തിലെ എല്ലാ കുടുംബങ്ങളോടും ഒപ്പം നിൽക്കണേ എന്ന് അഭ്യർത്ഥിക്കാൻ. ടീം 24 നിലമ്പൂർ.